നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബീർ ബഹൂട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജിൽ രണ്ട് കുട്ടികൾ ദോസ്തിയാണ് ഈ കഥയിലെ മെയിനായിട്ടുള്ളത്. അപ്പോൾ രണ്ട് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഈ കഥയിൽ ആദ്യമായി കൊടുത്ത 4 പംക്തികളുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? പ്യാർ ബാരിഷ് കി പഹ്ലി ബൂദേ മേ ഹേ, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. എന്ത് രസമല്ലേ ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ പ്യാർ ഉണ്ട്, അതായത് സുഹൃത്ത് ബന്ധത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എന്താ ഇതിൽ പറയുന്നത്? പുതുമഴത്തുള്ളികളിലുമുണ്ട് സ്നേഹം, പൂക്കളുടെ സുഗന്ധത്തിലുണ്ട് സ്നേഹം, അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളിലുമുണ്ട് സ്നേഹം, ഓരോ പുതിയ ദിവസത്തിൻ്റെ പ്രതീക്ഷയിലുമുണ്ട് സ്നേഹം. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ആശംസ നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലത്തെ നല്ല ഫ്രണ്ട്സിനെ കിട്ടാനും നിങ്ങളുടെ ഓരോ ദിവസവും ഇങ്ങനെ ഒരു പ്രതീക്ഷയുടെ ഒരു സ്നേഹത്തിൻ്റെ നല്ല ദിവസങ്ങളാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൻ്റെ പേരാണ് ബീർ ബഹൂട്ടി. അപ്പോൾ ഇത് എഴുതിയത് ആരാണ്? പ്രഭാത്. ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് പേജിൽ പ്രഭാതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതെല്ലാവരും വായിച്ച് നോക്കണം. അപ്പോൾ ഇതൊരു കഹാനിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാദൽ ബഹുത്ത് ബരസ് ലിയേദേ ഫിർ ബി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദാ. എന്താണ്? കാർമേഘം തകൃതിയായി പെയ്തൊഴിഞ്ഞു. ബാദൽ എന്ന് പറഞ്ഞാൽ കാർമേഘം. ബഹുത്ത് ബരസ് ലിയേദേ തകൃതിയായി പെയ്തൊഴിഞ്ഞു, അതായത് മഴ പെയ്തു തോർന്നു. ഫിർ ബി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദാ. എന്നിട്ടും ബഹുത് സാരാ പാനി ഒരുപാട് വെള്ളം അവിടെ ശേഷിച്ചിരുന്നു, തങ്ങി നിന്നിരുന്നു. വേ ഗേത്തോം ചെങ്കിലോം കെ ഊപ്പർ ചായേ ഹുവേദേ. അവ വയലുകളിലും കാടുകളിലുമൊക്കെ വ്യാപിച്ചു കിടന്നു. ചായേ ഹുയേദേ. സാരാ ആകാശ് മേഘോം സെ ബരാദ. ആകാശം മേഘങ്ങളാൽ നിറഞ്ഞു. മേഘോം കി ഛായാവോമേ ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി. ആ മേഘങ്ങളുടെ ഛായയിലൂടെ കാറ്റ്, ഗീലി ഹവായൻ തണുത്ത കാറ്റ് എന്താണ് വീശാൻ തുടങ്ങി. പേടോം കെ തനെ അബീബി ഗീലേദേ. മരത്തിൻ്റെ തടി ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. മൂങ് ഫലിയോം കെ ഹരേ ഗേത്തോമേ പീലെ ഫൂൽ അബീബി ഗീലേദേ. മൂങ് ഫലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലക്കടല, പീനട്ട്. നിലക്കടലയുടെ ആ വയലിൽ പീലെ ഫൂൽ, അവിടെ ഉള്ള പൂവാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ. അബീബി ഗീലേദേ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. ഗേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ. വയലുകളിലെ ചെറിയ ചെറിയ ബജ്രകളും അല്പാൽപ്പം മുളച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ബാജ്രയ്ക്ക് ലെമ്പേ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേം അട്ക്കി ഹുയീദി. ബജ്രയുടെ നീണ്ട മൃദുവായ ഇലകളിൽ വെള്ളത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോം ഔർ ബാരിഷ് കി ഹരിയാലിക്ക് ഗന്ധ് ഗുലി ഹുയീദി. നനഞ്ഞ പാടങ്ങളിൽ പച്ചപ്പിൻ്റെ സുഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. ഗുലി ഹുയീദി പറഞ്ഞതാണ് അലിഞ്ഞു ചേർന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താദാ. ഉനേം എന്ന് പറയുന്നതാണ് അവർക്ക്. ഇവിടെ അവർക്ക് എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ, നമ്മുടെ ചിത്രത്തിലുള്ള നമ്മുടെ നായകനും നായികയും, അതാണ് സാഹിലും ബേലിയും. ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്? ഇവർ ബീർ ബഹൂട്ടികളെ നോക്കുകയാണ് അല്ലേ. ബീർ ബഹൂട്ടി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ പേര് ഇന്ദ്രഗോപം എന്നാണ്. അത് നമ്മുടെ റെഡ് വെൽവെറ്റ് മൈറ്റ് എന്നും പറയും ഇംഗ്ലീഷിൽ. നമ്മുടെ നാട്ടിൽ ഇത് അധികമില്ല, നോർത്ത് ഇന്ത്യൻസിലൊക്കെയാണ് ഇത്. എന്തെങ്കിലും ഒരു ചടങ്ങിനൊക്കെ ആരംഭങ്ങളിൽ ഇത് അവരുടെ ഒരു ചടങ്ങ് പോലെയാണ്. ഇതിനെ പിടിച്ച് പാത്രത്തിൽ വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതിൽ ചിത്രത്തിൽ തന്നെ കണ്ടാൽ അറിയാം. ഒരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ, സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ ശരീരം. അപ്പോൾ ഈ കുട്ടികൾ വളരെ കൗതുകത്തോടെയാണ്, വളരെ ലാളിത്യത്തിലൂടെയാണ്, വാത്സല്യത്തിലൂടെയാണ് ഇതിനെ നോക്കി കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവരെന്താ ചെയ്യണമെന്ന്. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താദാ.
അവർക്ക് ചോരത്തുള്ളി പോലെ ചുവന്ന ആ കീടങ്ങളെ കാണണമായിരുന്നു. ബീർബഹുട്ടി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്താന്ന്. സോ വേ സ്കൂൾ കേലിയെ ഗർസെ കുച്ച് സമയ പഹലെ നിക്കലാത്തെ. അതിനു വേണ്ടി അവർ പതിവിലും മുമ്പേ ഗർസെ വീട്ടിൽ നിന്നും ഇറങ്ങി. നിക്കൽ ജാത്തെ പറഞ്ഞാൽ ഇറങ്ങി, വീട്ടിൽ നിന്നും പതിവിലും നേരത്തെ തന്നെ അവരിറങ്ങി. കസ്ബെ സെ സട്ടെ ഇൻ ഗേത്തോ മേ ബീർബഹുട്ടിയാം ഗോജ കർത്തേത്. എന്താണ്, ചെറിയ പട്ടണത്തോട്, കസ്ബെ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ പട്ടണം, ചെറിയ പട്ടണത്തോട് സട്ടെ ചേർന്ന് കിടക്കുന്ന ആ പാടങ്ങളിൽ അവർ ആ കീടങ്ങളെ തേടി അലയുമായിരുന്നു. സുർക്ക് മുലായം ഗദ്ബദി ബീർബഹുട്ടിയാം. ഇനി അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. സുർക്ക് മുലായം ഗദ്ബദി ബീർബഹുട്ടി എന്ന് പറഞ്ഞാൽ ആ ബീർബഹുട്ടിനെ കുറിച്ചിട്ട് പറയണം. സുർക്ക് ചുവന്ന, മുലായം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൃദുലമായ, ഗദ്ബദി സോഫ്റ്റായിട്ടുള്ള ബീർബഹുട്ടിയാം. അപ്പോൾ ബീർബഹുട്ടികൾ വളരെ ചുവന്ന മിനുമിനുത്ത കീടങ്ങൾ മണ്ണിലൂടെ. അതിനെക്കുറിച്ച് പിന്നെന്താണ് പറയുന്നത്, ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. മണ്ണിലൂടെ നടക്കുന്ന ചുവന്ന ചോരത്തുള്ളികൾ പോലെയാണ് അവർക്ക് ബീർബഹുട്ടികളെ കണ്ടപ്പോൾ തോന്നിയത്. ഉൻകെ ബസ്തേ ഉൻകി പീട്ട് പർ ലതേ ഹോത്തേ ദേ. അവർ പരസ്പരം വളരെ ചേർന്ന് നടന്ന് അവരുടെ ബസ്തേ, അവരുടെ ബാഗ്, ബസ്തേ എന്ന് പറഞ്ഞാൽ അവരുടെ ബാഗ്, ഉൻകി പീട്ട് പർ അവരെ പുറത്ത് അവരുടെ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. കന്തോം പർ ടങ്കേ ഹോത്തേ ദേ, തോളുരുമിക്കൊണ്ട്. വേ എക് ദൂസരേക്ക് ബഹുത് നസ്തീക്ക് രഹിക്ക്, രണ്ടുപേരും നസ്തീക്ക് ഭയങ്കര അടുത്തിരുന്ന് പരസ്പരം ചേർന്ന് ഇരുന്ന്. ബാലിക് കഹന ചാഹിയെ ബിൽക്കുൽ സട്കർ ബീർബഹുട്ടിയം ഗോജ്തേ ദേ. വളരെ ചേർന്ന് നടന്ന് അവർ ബീർബഹുട്ടികളെ ഗോജ്തേ ഹേ, ഗോജ്ത പറഞ്ഞാൽ തിരയുകയായിരുന്നു. ഉനേ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി സമീൻ പർ ബൈഠ് ജായ കർത്തേ ദേ. അവരെ കണ്ടാൽ ഇപ്പോൾ എങ്ങനെയാണ്, മഴ നനഞ്ഞ ആ മഴയുടെ ഗന്ധമുള്ള ആ ഭൂരി സമീൻ, നനഞ്ഞ മണ്ണിൽ അവർ നിലത്തിരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു സംഭാഷണമാണ്. ബേല ദേഖോ ഇസ് ബീർബഹുട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ, സാഹിലിനെ കഹ. സാഹിൽ പറയുന്നത്, ദേഖോ ഇസ് ബീർബഹുട്ടി കാ രംഗ്, കണ്ടോ ഈ ബീർബഹുട്ടിയുടെ നിറം, തുമാരെ റിബൺ കെ ജൈസ, നിന്റെ റിബൺ പോലെ, കണ്ടോ തലയിൽ കെട്ടിയ റിബൺ പോലെ, ലാൽ ഹേ, ലാൽ എന്ന് പറഞ്ഞതാണ് ചുവപ്പ്. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ ഇപ്പം എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന, പഹലി ഗണ്ടി ലഗ് ഗയി ഹേ. കേട്ടു, ഫസ്റ്റ് ബെല്ലടിച്ചു. പഹലി ഗണ്ടി ലഗ് ഗയി ഹേ പറഞ്ഞതാണ് ഫസ്റ്റ് ബെല്ലടിച്ചു. ലേക്കിൻ മുജെ പൈൻമേ സ്യാഹി ബി ബർവാനി ഹേ ദൂക്കാൻ സേ. എന്താ പറഞ്ഞേ, പക്ഷേ എനിക്ക് പെയിൻമേ, പെയിൻ എന്ന് പറഞ്ഞാൽ പേന, പേനയിൽ സ്യാഹി, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി, മഷി ബർവാനി ഹേ നിറയ്ക്കേണ്ടതുണ്ട്, ദൂക്കാൻ സേ കടയിൽ നിന്ന്. ഇനി അടുത്ത ഭാഗമാണ് 1981 का साल, അതായത് വർഷം 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് പാസഞ്ചർ ട്രെയിനുകളും, സവാരി ഗാഡി എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിനുകളും, മാൽ ഗാഡി ഗുഡ്സ് ട്രെയിനുകളും കൊണ്ട് നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. അപ്പം ഇത് എവിടെയാണ് ഇത് നടക്കുന്നത്? സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഫുലേര. ഫുലേര എന്ന സ്ഥലമാണ് ഇത് നടക്കുന്നത്, ഈ കഥ. കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയാം, ആ ചെറിയ പട്ടണത്തിലെ സൂനി തങ്ക് ഗലിയാം, ഇടുങ്ങിയ നിശബ്ദമായ ഗലി, ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, സ്ട്രീറ്റ്. ഗലിയോമേ ഖാമോഷ് ഗഡേ ബിജലി കെ ഗംബെ, അവിടെ എന്താണ്, ആ തെരുവുകളിൽ ഖാമോഷ് നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ബിജലി കെ ഗംബെ പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംബോം കെ ബീച്ച് ഘിഞ്ചി താരോം കി കത്താരെ, ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ കമ്പികളുടെ നിര. ഇൻ ഖലിയോ മേ ജഹാം തഹാം ദിഖായി പടുത്തെ മീട്ടി ഖണ്ടിയാം ബജാത്തെ ഫേരി വാലെ, ഈ തെരുവിലെ
ജഹാം തഹാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നു എന്ത് മീഠേ ഖണ്ഡിയാം, അതായത് മധുര പലഹാരങ്ങൾ, ബജാത്തെ ഖണ്ഡിയാം ബജാത്തെ, അതായത് ഇങ്ങനെ മണിയടിച്ച് വിൽക്കുന്ന ഫേരിവാലെ, നടന്ന് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ അവിടെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഏക്ക് അന്തേരിസി ഗലീമേ ചൽ സാത് ഖദോം കി ഖുരോം കി ഠാപ്പോം കി ആവാസ്, ആ ഇരുട്ട് നിറഞ്ഞ ആ വഴിയിലെ 5-6 കഴുതകളുടെ ഖുരോം കി ഠാപ്പും കുളമ്പടി സൗണ്ടും കേൾക്കാം. ഉൻകെ പീച്ചെ ചൽത്ത ഏക്ക് ബദൻ ഉഘാടെ കുംഹാർ, അതിൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ബദൻ ഉഘാടെ കുംഹാർ, ആ കുപ്പായമിടാത്ത ഒരു കുംഹാർ, കുശവൻ, ഈ കലം ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആള്. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല ഔർ സാഹിൽ, ഇതിനിടയിലൂടെ 2 സ്കൂളി ബച്ചെ, സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. ആരായിരുന്നു? നമ്മുടെ ബേലയും സാഹിലും. ഉൻ ദിനോം പൈൻമേം 5 പൈസേമേ നീലി സ്യാഹി ഭരി ജാതി, ആ ദിവസങ്ങളിലെ പേനയിൽ 5 പൈസ കൊടുത്താൽ നിറച്ചും നീലമഷി നിറയ്ക്കാൻ പറ്റും. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേതേ, സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ച് തരും. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ നമ്മുടെ സാഹിലും ബേലയും നിൽക്കുന്നത് എവിടെയാണ്? ഫുലേര ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അവർ ദുക്കാനിലാണ്, കടയിലാണ്. എന്തിനു വേണ്ടി വന്നതാണ്? പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി വന്നതാണ്. പെൻമേ കുച്ച് സ്യാഹി ബച്ചീതി, പേനയിൽ കുറച്ച് മഷി ബച്ചീതി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ, അത് സാഹിൽ എന്ത് ചെയ്തു? സമീൻ പർ ചിടക്ക് ദിയ, നിലത്ത് കമഴ്ത്തിക്കളഞ്ഞു. ചിടക്ക് ദിയ പറഞ്ഞാൽ കമഴ്ത്തിക്കളഞ്ഞു. നയി സ്യാഹി ബർവാനേക്ക് ലിയെ ദോനോം ദുക്കാൻ പർ പഹുഞ്ചെ, പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി 2 പേരും കടയിലെത്തി. ഏക് പെൻ സ്യാഹി ബർദോ, സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, ഒരു പേന നിറയെ മഷി നിറയ്ക്കൂ. സാഹിലിൻ്റെ മുന്നേ തന്നെ ഇത് ബേല പറഞ്ഞു. ആരോട് പറഞ്ഞു? ദുക്കാൻ വാലയോടെ. ദുക്കാൻ വാല പറഞ്ഞ കടക്കാരൻ. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ, അപ്പോൾ തോ കൽ ഹി മിൽ പായേഗി, അപ്പോൾ എന്താ പറഞ്ഞു? മോനെ, മഷിക്കുപ്പി ഇപ്പോൾ കാലിയായുള്ളൂ, ഇനി നാളെ കിട്ടുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി ദി ഉസേ ബി ജമീൻ പർ ചിടക്ക് ദിയ, ബേല ബോലി. എന്താ ബേല പറഞ്ഞ്? ഇവൻ പക്ഷേ പേനയിൽ ഉണ്ടായിരുന്ന മഷി മുഴുവനും നിലത്തൊഴിച്ചു കളഞ്ഞു. അപ്പോൾ കടക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹീ ഡുലാന ചാഹിയേ, എന്താണ്? കാർമേഘം കണ്ടിട്ട് കുടം കമഴ്ത്തി കളയുന്നത് നല്ലതല്ല. ദുഖാൻ വാലെ ഭയ്യനെ കഹ ഔർ പൂച്ച, എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് ചോദിച്ചു, കോൺസീമേ പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ ഈ ദുക്കാൻദാർ പറഞ്ഞ കാര്യമില്ലേ, എന്താണ്? ഇതാ ചോദ്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹീ ഡുലാന ചാഹിയേ ദുക്കാൻദാറിനെ ഐസാ ക്യോം കഹ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിതൊന്ന് ശ്രദ്ധിക്കണം, ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് വരാറുള്ളതാണ്. അതായത് എന്താണ്? കാർമേഘം കണ്ടിട്ട് കുടം കമഴ്ത്തി കളയുന്നു, അത് എന്തുകൊണ്ടാണ് ദുക്കാൻദാർ ഇത് പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ആൻസർ അതിൻ്റെ സന്ദർഭം അനുസരിച്ച് നമ്മൾ എഴുതണം, അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദുക്കാൻദാർ ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? 5वीं में, साहिल ने इसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. സാഹിൽ പറഞ്ഞു എന്ത്? 5ാം ക്ലാസ്സിലാണ്. അതൊരു വിഷമം പോലെയാണ് സാഹിൽ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ് സാഹിലിന് വിഷമമായത്? സാഹിലിൻ്റെ കയ്യിൽ മഷിയൊക്കെ കളയും ചെയ്തു, പുതിയ മഷി ഒട്ടും നിറയ്ക്കാനും പറ്റിയില്ല. അപ്പം ദുക്കാൻദാർ ചോദിക്കുകയാണ്, ദോനോ ദുഖാൻ വാലെ ഭയ്യനെ കഹ, ദോനോ ഔർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ. എന്താ പറഞ്ഞ്? അതെ, ഞങ്ങൾ 2 പേരും ഒരേ ഡിവിഷനിൽ തന്നെയാണ് പഠിക്കുന്നത്. ബേലാനെ ഐസ ഗുഷ് ഹോക്കർ ബത്തായ, ബേല വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഗുഷ് ഹോക്കർ, സന്തോഷത്തോടെയാണ് ഇത് പറഞ്ഞത്. ജയ്സെ യേ കൊയ് ബഹുത്ത് ബഡി ബാത്ത് ഹോ, വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഇത് അവൾ പറഞ്ഞത്. ഇനി അവരുടെ ക്ലാസ്സിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ, ക്ലാസ്സിൽ 2 പേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ധോനോ കോപ്പി മേ കാം കർത്തേ തേ, നോട്ട് എഴുതുമ്പോൾ 2 പേരും നോട്ട് എഴുതും.
കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേത്. പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. ബാലിക് പാഠ് ബി ഏക് ഹി പഠിത്തേ, ഒരേ പാഠം തന്നെ വായിക്കും. സാഹിൽ ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी पढ़ता तो बेला भी ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी പഠിത്തി थी. അതായത് അവരുടെ പാഠത്തിലെ ഒരു കവിതയുടെ ലിറിക്സ് ആണിത്. അത് സാഹിൽ അത് വായിച്ച ബേലയും അപ്പോൾ അത് തന്നെ വായിക്കും. അതായത് രണ്ടു പേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. ഓക്കെ. ബേല കഹത്തി, ബേല പറഞ്ഞു ബഹൻജി പാനി പീനെ ചലി ജാവും, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. അപ്പോൾ സാഹിൽ ബി കഹത്ത ബഹൻജി പാനി പീനെ ചലാ ജാവും, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. ഇനി പറയുന്നത് അടുത്തത് ഗണിത് കെ മാസ്റ്റർ സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഗേൽ ഗണ്ടി കെ ബാദ് ആതാ താ. അതായത് മാത്സ് പീരീഡ് മാസ്റ്റർ സാബ് സുരേന്ദർജി, കണക്ക് അധ്യാപകനായിട്ടുള്ള സുരേന്ദർജി. അപ്പോൾ ആരാണ്? സുരേന്ദർജിയാണ് കണക്ക് അധ്യാപകൻ. പീരീഡ് ഗേൽ ഗണ്ടിക്ക് ബാധ ആതാ, ഡ്രിൽ പീരീഡിന് ശേഷമാണ് മാത്സ്. ബच्चे ഉൻസെ കാമ്പത്തേത്, കുട്ടികൾക്ക് ഇദ്ദേഹത്തെ വളരെ പേടിയായിരുന്നു, വിറച്ചിരുന്നു. കാമ്പത്തെ പറഞ്ഞാൽ ഷവറിങ്, വിറയ്ക്കുക. और घेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते. എന്താണ് പറഞ്ഞത്? ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിനൊക്കെ 2 മിനിറ്റ് മുന്നേ തന്നെ കുട്ടികൾ അപ്പനി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തെ, കുട്ടികൾ അവരുടെ സ്ഥലത്ത് വന്ന് ഇരിക്കും. എന്തുകൊണ്ടാ? അടുത്ത പീരീഡ് മാത്സ് ആയിരുന്നത് കൊണ്ട്. ഇനി നോക്കാം. സുരേന്ദർ ജി മാസ്റ്റർ ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചിത്തേത്. ഈ പീരീഡ് സുരേന്ദർ ജി എന്താണ് കോപ്പി ജാഞ്ചിത്തേത്, അതായത് നോട്ട് ചെക്ക് ചെയ്യുന്നു. സരാസി ഗലത്തി പർ ബച്ചോം കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേത്. ചെറിയൊരു തെറ്റ് കണ്ടാൽ കുട്ടികളെ ഇധർ ഉധർ ഫേങ്ക്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയ, ഫേങ്ക് എന്ന് പറയുക എറിയ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുകയും ചാപ്പട്ട് മാറണയിലെത്തുകയും ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ രുക്ന പൂൾ ജാത്താതാ, അടിക്കാൻ തുടങ്ങിയ അടി നിർത്തില്ല. ഏക് ദിൻ സുരേന്ദർജി മാസ്റ്റർബിനെ ബേലാക്കെ ബാലോമേ പഞ്ചാ ഫസായ. ഒരു ദിവസം സുരേന്ദർജി എന്ത് ചെയ്തു? ബേലാക്കെ ബാലോമേ പഞ്ചാ ഫസായ. പഞ്ചാ ഫസായ പറഞ്ഞ എന്താണ്? കൈകൊണ്ട് മുടി കുത്തിപ്പിടിച്ചു. पर शायद जिस गलती को പാക്കർ വേ ഉസ്കെ ബാൽ പക്കഡ്കർ ഫേങ്കിനെ വാലതെ. പക്ഷേ അതെന്തിനാണ് പിടിച്ചതെന്ന് അറിയില്ലായിരുന്നു. വഹ് ഗലത്തി ദി ഹി നഹീം, അത് തെറ്റായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അപ്പോൾ അദ്ദേഹം അവളുടെ തല വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹരക്കോ ദേഖുകർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ. ബേലയുടെ ആ ഭയഭീത് ചെഹരയും ആ പേടിച്ചരണ്ട മുഖം കണ്ടിട്ട് സാഹിലിന് വളരെ പേടിയായി. ഡർ ഗയ, സാഹിൽ പേടിച്ചു. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അബീബി കാമ്പ് രഹേദേ. അവൻ അവളുടെ കാലുകളിൽ നോക്കിയപ്പോൾ എന്താണ്? പാവ് എന്ന് പറഞ്ഞ കാല്. അബീബി കാമ്പ് രഹേ, ഇപ്പോഴും കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്സേ വഹ് ഗഡേ ഗഡേ അബീ ഗിർ ജായേഗി, ഈ കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ അവൾ ഇപ്പോൾ വീഴും. സുരേന്ദർജി മാസ്റ്റർബിനെ കോപ്പി കോ ഉസ്കെ ബൈഠനെ കി ജഗഹ് പർ ഫേങ്കത്തെ ഹുയെ കഹാ ബൈഠ് അപ്നി ജഗഹ് പർ. സുരേന്ദ്രജി അവളുടെ നോട്ട് അവളുടെ സ്ഥലത്തേക്ക് എറിഞ്ഞിട്ടു. ഫേങ്കത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, അവളുടെ ജഗഹ് പറഞ്ഞ സ്ഥലം അവളുടെ പ്ലേസിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു ബൈഠ് അപ്നി ജഗഹ് പർ, നിന്റെ സ്ഥലത്തിരിക്കുകയെന്ന് പറഞ്ഞു. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ, അവളുടെ മനസ്സൊരുപാട് ഖരാബ് എന്താണ്? ഒരുപാട് വിഷമിച്ചു, തകർന്നു പോയി. മാട്ട് സാബ് ചാഹേ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹീം. അവൾക്ക് ഭയങ്കര നാണം, ലജ്ജ തോന്നി. എന്താണ്? മാസാബ് ചാഹേ, മാഷ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷെ സാഹിലിൻ്റെ മുന്നിൽ വേണ്ടായിരുന്നു. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിത മഹസൂസ് കർ രഹി थी. അവൾ സാഹിലിൻ്റെ മുന്നിൽ സ്വയം ശർമിത, ലജ്ജ, അവൾക്ക് ലജ്ജ തോന്നി. അവൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ അവൾക്ക് ലജ്ജ തോന്നി. ക്യോംകി വഹ് ജാൻതി ദി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ. എന്തുകൊണ്ടാ? അവളുടെ മനസ്സിൽ സാഹിലിൻ്റെ മുന്നിൽ അവളൊരു നല്ല കുട്ടി എന്നായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിൽ പായി. അവൾ അവൻ്റെ അടുത്തിരുന്നു, പക്ഷെ അവനെ നോക്കിയില്ല. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മില പായി ക്യോം. എന്തുകൊണ്ടാണ് അവൻ്റെ അടുത്തിരുന്നിട്ടും അവൾ അവനെ നോക്കാതിരുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസറും ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമാക്കി തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം.
दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी दी. ദീപാവലിയുടെ ചുട്ടിയൊക്കെ ബാദ് വെക്കേഷൻ കഴിഞ്ഞ് അവധിക്ക് ശേഷം ജബ് സ്കൂൾ ഖുല സ്കൂൾ തുറന്നപ്പോൾ ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ധിതി ബേലയുടെ തലയിൽ സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ വെള്ള ഒരു ബാൻഡേജ് കെട്ടിയിരുന്നു. कोई उसे होए होए सफ़ेद पट्टी कह रहा था तो कोई सुल्ताना ठाकू तो कोई कुछ और कहकर चिढ़ा रहा था. എന്താണ് അവളെന്നെ എന്ത് വിളിച്ചിരുന്നു? കോയി ഉസേ ഹോയെ ഹോയെ സഫേദ് പട്ടി. എന്താണ് ചിലർ വെള്ള ബാൻഡേജുകാരി എന്നും മറ്റു ചിലർ സുൽത്താന ഠാക്കു അതായത് കൊള്ളക്കാരി സുൽത്താന എന്നും വേറെ കോയി കുച്ച് അവർ കഹ്കർ ചിടാരഹാദ അവളെ ചിടാരഹാദ കളിയാക്കുമായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. സാഹിൽ ചോദിക്കുകയാണ്, യേ ക്യാ ഹോ ഗയാ ബേല? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. ഇതെന്തു പറ്റിയതാ ബേല? പരിഭ്രമത്തോടെ സാഹിൽ ചോദിച്ചു. എന്തു പറ്റിയതാ? ചത്ത് സേ ഗിർ ഗയി, തട്ടിൻ പുറത്തു നിന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കഹ ബഹുത്ത് ദിൻ ഹോ ഗയേ ആജ് ഗേൽ ഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലഗടി ടാങ്ക് ഗേലെങ്കെ. ഒരുപാട് ദിവസമായില്ലേ, ഇന്ന് ഡ്രിൽ പീരീഡിൽ നമുക്ക് ഗാന്ധി സ്ക്വയറിൽ പോയിട്ട് ഞൊണ്ടിക്കളിക്കാം. ഞൊണ്ടിക്കളിക്കുക പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊച്ചൻകുത്തി എന്നൊക്കെ പറയും. അതായത് ഒരു കാല് വെച്ചിട്ടുള്ള കളി, ഇങ്ങനെ ചാടിയിട്ടുള്ള ഒരു കളി. നെഹി ഗേലെങ്കെ തേരെ സിർപ്പ് മേ ഫിർസെ ലഗ് ജായകി തോ. അപ്പോൾ സാഹിൽ പറഞ്ഞു, എന്ത് വേണ്ട വേണ്ട, നിന്റെ തലയിൽ ഇനിയും മുറിവ് ഉണ്ടായല്ലോ. സാഹിൽ പറഞ്ഞു. നെഹി ലഗേഗി, ബേലാനെ സിദ്ദിഖി. ഇല്ല, ബേല ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की भालू में पूरी ഖേൽഗണ്ടി ലഗടി ടാങ് ഗേലെ. അങ്ങനെ അവർ കൂട്ടുകാരെല്ലാം ചേർന്ന് പതിവ് പോലെ ഗാന്ധി സ്ക്വയറിലെ മണലിൽ ഡ്രിൽ പീരീഡ് മുഴുവൻ ഞൊണ്ടിക്കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा नहीं हो. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കുട്ടികളെല്ലാം തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ സാധാരണയിൽ കവിഞ്ഞ് പുഞ്ചിരിക്കുന്നതായിട്ട് തോന്നി. ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ പ്രതിമയുടെ ചുറ്റുമാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് കുട്ടികൾ അവിടെ കളിക്കുമ്പോൾ ആ ഗാന്ധിയുടെ മുഖത്തൊരു പുഞ്ചിരി തോന്നി. ഇത് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് രവിവാർ കാ ദിൻ ഥാ. അതൊരു ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേ നീം കെ പേട് കി ഢാലി പക്കടുക്കർ ജൂം രഹാദ. സാഹിൽ അവൻ്റെ വീട്ടുമുറ്റത്തെ വേപ്പുമരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിയാടുകയായിരുന്നു. വഹ ഏക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൾത്താത. ആ ഒരു സ്റ്റൂളിൽ കയറിയിട്ട് ജൂൾത്താത അങ്ങനെ തൂങ്ങിയാടുകയായിരുന്നു. അജാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ. ഒരു ആണി, പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി സാഹിൽ കി പിണ്ടലിമേ ലഗ്. അവൻ്റെ കണങ്കാലിലെ സാഹിലിൻ്റെ കണങ്കാലിൽ അത് തറച്ചു. ഏക് ഇഞ്ച് ഗഹര ഘട ഹോ ഗയ. 1 ഇഞ്ച് ആഴമുള്ള മുറിവുണ്ടായി. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയ. അവനെ സർക്കാർ ആശുപത്രിയിലേക്ക് സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടി കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला गड़ी है. രോഗികളുടെ നിരയിൽ തന്നേക്കാൾ 2 പേർക്ക് മുന്നിലായിട്ട് ബേല നിൽക്കുന്നത് സാഹിൽ കണ്ടു. സിർമേ പട്ടി ബന്ധുവാനെ ആയേ. അവളെ തലയിലെ സ്റ്റിച്ച് മാറ്റാൻ വന്നതായിരുന്നു, സ്റ്റിച്ച് മാറ്റിയിടാൻ വേണ്ടി വന്നതായിരുന്നു. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते. എന്താണ്? തലയിൽ വെളുത്ത ബാൻഡേജ് ഇട്ട പെൺകുട്ടിയും അതുപോലെ കാലിൽ ബാൻഡേജ് ഇട്ട ആൺകുട്ടിയും ഒരുമിച്ച് ആ സ്കൂളിൽ കാണപ്പെട്ടു. 2 കുട്ടികളും അപ്പം എന്താണ്? വെളുത്ത ബാൻഡേജ് ഇട്ട കുട്ടികളായിരുന്നു. ജിൻമേ സെ ഏക് കെ സിർ പർ. അതിലൊരാളുടെ തലയിലും और बंदी होती और एक की पिंडली में ഒരാളുടെ കാലിലും സഫേദ് പട്ടി വാലെ ये दोनों कहीं पर भी साथ ही दिखाई देते. അതായത്
ആ വെള്ള ബാൻഡേജ് ഇട്ട 2 പേരെയും അടുത്തായിട്ട് കാണപ്പെട്ടിരുന്നു. ഇനി അടുത്തത് എന്താണ്? പാഞ്ചവീം കക്ഷാക്ക റിസൾട്ട് ആകയ. നമ്മുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരികയാണ്. പാഞ്ചവീം കക്ഷാക്ക റിസൾട്ട്, 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ധോനും ചടിയുമേ ആകെ, 2 പേരും 6ലേക്ക് ജയിച്ചു. ഈ സ്കൂൾ പാഞ്ചവീം തക്ക് ഹീത, ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെയുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠേങ്കെ, ബേലാനെ പൂച്ച. സാഹിൽ, ഇനി നീ എവിടെ പഠിക്കുക? ബേല ചോദിച്ചു. അവർ തും കഹാം പഠേഗി ബേല, നീ എവിടെ പഠിക്കുക? സാഹിലും ചോദിച്ചു. മേരെ പാപ്പ കഹ് രഹേ ദേ കി തുജെ രാജകീയ കന്യ പാഠശാല മേ പഠായെങ്കി അവർ തും. അപ്പം എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛൻ പറയുന്നത് എന്നെ രാജകീയ കന്യ പാഠശാല, അതായത് ഗേൾസ് സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലേക്ക് എന്നെ വിടുമെന്നാണ് എൻ്റെ അച്ഛൻ പറയുന്നത്. നിന്നെയോ? മുജെ അഗലെ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് വിടും. വഹാമേക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഗർസെ ദൂർ വഹാം അഖേല രഹൂങ്ക, വീട്ടിൽ നിന്ന് മാറി അവിടെ ഒറ്റയ്ക്ക് കഴിയും. ക്യോം സാഹിൽ, എന്തിനാ അത് സാഹിലെ? പത്താ നഹിം ക്യോം, അറിയില്ല എന്തിനാണെന്ന്. തോ യാനിക്ക് അബ് തും ഫുലേരാമേ നഹി രഹേഗ, അപ്പോൾ നീ ഇനി ഫുലേരയിൽ ഉണ്ടാവില്ലേ? നഹീം തുമാരാ റിപ്പോർട്ട് കാർഡ് ദിക്കാനാ, ഇല്ല നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചേ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ और बेला साहिल का। आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूप कर देख रहे थे. അതായത് 2 പേരും അവരുടെ പ്രോഗ്രസ് കാർഡ് കൈമാറി നോക്കിക്കൊണ്ടിരുന്നു. ചൂക്കർ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ നോക്കി. തുമാരി ആങ്കുമേ ആസു ക്യോം ആ രഹേ ഹേ ബേല, നിന്റെ കണ്ണ് എന്തിനാ നിറയുന്നത് ബേല? മുജെ ക്യാ പതാ, എനിക്ക് എങ്ങനെ അറിയാം. ബേലാനെ ഡബ് ഡബായി ആങ്കോം സെ ഹസ്തേ ഹുയെ കഹ, ബേല നിറ കണ്ണുകളോടെ, ഡബ് ഡബായി എന്ന് പറഞ്ഞാൽ നിറ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. സാഹിൽ കി ആങ്കെ ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി ഥി. കണ്ടോ, ബീർ ബഹൂട്ടി, ഇവിടെ ബീർ ബഹൂട്ടി എന്നുള്ള വാക്ക് വന്നു. എന്താണ്? സാഹിൽ കി ആങ്കെ, സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി ഥി. ബീർ ബഹൂട്ടി എന്ത് നിറായിരുന്നു? ചുവപ്പ് അല്ലേ, ചോര നിറായിരുന്നു. അപ്പോൾ സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന് കാണപ്പെട്ടു. അവർ ഉന്മേ ബാരിഷ് കി ബൂന്തും സ പാനി ബർ ഗയാ താ, മഴത്തുള്ളി പോലെ ആ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു നിന്നു. ബേല കഹ്നെ ലഗി, ബേല പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? മേ ചിടാവും അബ് തുമേ, ഞാൻ നിന്നോട് പിണങ്ങും, ബേല പറഞ്ഞു. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, അങ്ങനെ 2 പേരും കരയാൻ നിന്നു. അടുത്തത് ബാരിഷും ആനേമേ ഡേഡ് മഹീന ബാക്കീത, മഴക്കാലം വരാൻ ഇനിയും 1.5 മാസം കൂടിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷ് സെ പഹലെ ഹി ബാരിഷ് ക ഏക് ദിൻ താ, എന്നാൽ അന്ന് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘട്ടായം ഗിരീതി, ആകാശത്ത് കാർമേഘങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു. ധൂൽ ഭരി തേസ് ഹവായൻ ചൽ രഹീതി, പൊടി നിറഞ്ഞ കാറ്റ് വീശാൻ തുടങ്ങി. പാനി ബരസ് രഹാദ, മഴ പെയ്യാൻ തുടങ്ങി. ഫുലേര കസ്ബെ കി ബാദൽ ചായി ഏക്ക് ഗലീമേ, ആ ഫുലേര കസ്ബയിലെ, ഫുലേര എന്ന ആ പട്ടണത്തിലെ കാർമേഘങ്ങൾ മൂടിയ ഏക്ക് ഗലീമേ, ഒരു തെരുവിലൂടെ, പാഞ്ചവീം സെ ചടീമേ ചലികയും, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഏക്ക് ലടുക്കി ജാ രഹീതി, ഒരു പെൺകുട്ടി നടന്നുപോയി. ഉസ്കെ ബൂരേ ബാൽ ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൻ സെ ബന്ദ് ദേ, അവളുടെ മുഴുവൻ മുടിയും ബീർ ബഹൂട്ടിയുടെ നിറം കൊണ്ടുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസരി ദിശാക്കോ ജാത്തി, മറ്റു ദിശയിലേക്ക്, ഏക്ക് ഗലീമേ, ഒരു തെരുവിലൂടെ, പാഞ്ചവീം സെ ചടീമേ ഗയ ഏക്ക് 11 സാൽ ക ലഡ്ക ജാ രഹാ താ, 5ൽ നിന്നും 6ലേക്ക് ജയിച്ച ഒരു 11 വയസ്സുകാരൻ നടന്നു നീങ്ങി. ഇസ്കി ഭിണ്ടലിമേ ബീർ ബഹൂട്ടി കെ രംഗ് കസ ഏക്ക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ താ, അവൻ്റെ കാലിലെ ബീർ ബഹൂട്ടിയുടെ നിറമുള്ള 1 ഇഞ്ച് ലംബ, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള മുറിപ്പാടും കാണാമായിരുന്നു. അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞു. ഇതാണ് പാഠം. ഇതിലെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചിട്ട് വളരെ ആഴത്തിൽ എഴുതിയിട്ടുള്ള
പ്രഭാതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ, എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത തുടർ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബായ്.